Hi everyone, this is Jayvin Say from Evika and iOS 26.5 ന്റെ ബേറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്യേണ്ട ഈ ഒരു അപ്ഡേറ്റ് എൻ്റെ ഡിവൈസിൽ വന്നിരിക്കുന്നത് ഏകദേശം 7.52 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 10 GB വരെ ഈ ഒരു അപ്ഡേറ്റ് സൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ WatchOS 26.5, macOS, tvOS, visionOS എന്നിങ്ങനെ എല്ലാ പുതിയ ബേറ്റ സോഫ്റ്റ്വെയർസും റിലീസ് ചെയ്യേണ്ട ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 26.5 ബേറ്റ 1 പറ്റി സംസാരിക്കാം. ഇതേപോലെ ആപ്പിൾ കോണ്ടൻസും ബാക്കി എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കിഡിലം വാൾപേപ്പേഴ്സും സ്റ്റോറീസും റീൽസും നിങ്ങൾക്ക് അവിടെ നിന്നും അറിയാൻ പറ്റും. സോ ദിസ് ഇസ് യു സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്ന് ലോഡ് ആവാനായിട്ട് മോർ ഡീറ്റെയിൽസ് എടുക്കാം. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iOS 26.5 23F5043G എന്ന് നമുക്ക് മിക്കവാറും ഒരു 4-5 അല്ലെങ്കിൽ 3-4 അപ്ഡേറ്റ് ബേറ്റ എന്തായാലും ഈ ഒരു സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഈ ഒരു വേർഷൻ ഓഫ് സോഫ്റ്റ്വെയറിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ പുതിയ ഒരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേറ്റും നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ചെറിയ ലാഗ് എൻ്റെ ഡിവൈസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബഗ്ഗാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ മോഡേൺ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കണക്ടിവിറ്റി ഇമ്പ്രൂവ് ആവാനും അതോടൊപ്പം കോൾ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആവാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ ബൈ മിസ്റ്റേക്ക് ആയിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് മെയിൻലാൻഡ് ചൈനയെ ലൈവാക്കി. ആ ഒരു കാര്യം മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആപ്പിൾ ആ ഒരു കാര്യം റിസോൾവ് ചെയ്തു. കാരണം ആപ്പിളിന് ആപ്പിൾ ഇൻ്റലിജൻസ് ചൈനയിൽ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ലീഗൽ ഫോർമാലിറ്റീസും ബാക്കി കാര്യങ്ങളും ക്ലിയർ ചെയ്യേണ്ട, അത് ക്ലിയർ ആവാത്ത കൊണ്ട് തന്നെ ആപ്പിൾ ആ ഒരു കാര്യം മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കി അത് റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ iOS 26.5 മേജറായിട്ട് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെയോ സിറിയുടെയോ മാറ്റം കാണുന്നില്ല. ഈ ഒരു അപ്ഡേറ്റും കൂടെ ആയിരിക്കും iOS 26 വരാൻ പോകുന്ന മേജർ മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ മാറ്റം കൊണ്ടുവരാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് iOS 27 ആ ഒരു എല്ലാ ഡീറ്റെയിൽസും ഞാൻ അവസാനം പറയാം. അടുത്ത വരുന്ന ഫീച്ചറാണ് നമ്മുടെ സെറ്റിങ്സിൽ നേരെ മെസ്സേജിങ് ഓപ്ഷൻ എടുക്കാം. മെസ്സേജിങ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വട്ടം iOS 26.4 ബേറ്റിൽ വന്ന സെയിം ഫീച്ചർ ഇവിടെയും വന്നിട്ടുണ്ട്. RCS മെസ്സേജിൻ്റെ എൻഡ്-ടു-എൻഡ് എൻക്രിപ്ഷൻ ബേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ അപ്ഡേറ്റ് പോലെ ബേറ്റാസിൽ തന്നിട്ട് ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യൽ റിലീസ് ആകുമ്പോഴത്തേക്കും എടുത്ത് മാറ്റാതെ നിന്നാൽ മതി ആപ്പിൾ. കാരണം ചില സമയത്ത് ആപ്പിളിന് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്, ബേറ്റയിൽ നമുക്ക് തരും, ഒഫീഷ്യൽ അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പം സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ ഓപ്ഷനിലും നിങ്ങൾക്ക് പഴയ ഒരു ഓപ്ഷൻ ആപ്പിൾ ബ്രിങ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നോട്ടിഫിക്കേഷൻ ഫോർവേഡിങ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ നോട്ടിഫിക്കേഷൻ ഫോർവേഡിങ്ങിൽ കാർപ്ലേ ആയിട്ട് കണക്ട് ചെയ്യുന്ന 2 ഡിവൈസും കാണിക്കുന്നുണ്ട്. അതോടൊപ്പം അടുത്ത വരുന്ന മാറ്റം നമ്മുടെ ആപ്പിൾ മാപ്സിലാണ്. ആപ്പിൾ മാപ്സിൽ ഇപ്പോൾ സജസ്റ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ലൊക്കേഷൻ നോക്കുകയാണ്, ആ ലൊക്കേഷൻ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അതിന് റിലേറ്റ് ചെയ്തുള്ള സജസ്റ്റഡ് ലൊക്കേഷൻസും കാണിക്കും. ആൻഡ് ആപ്പിൾ ഈ ഓരോ സജസ്റ്റഡ് ലൊക്കേഷൻസ് കാണിക്കുന്നത് ഫ്യൂച്ചറിൽ ആപ്പിളിന് ആഡ്സ് കാണിക്കാനാണ്. ആഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലൊക്കേഷൻ നോക്കി, ആ ലൊക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് വേണ്ട സെർച്ച് റിസൾട്ട് താഴത്തും അതിൻ്റെ തൊട്ട് പൊക്കത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് വരാനാണ് ചാൻസ്. ആഡ് എന്ന് പറയുമ്പോൾ ഇത്രമാത്രം വലിയക്കാട്ട ഒരു ആഡ് ആയിരിക്കില്ല, ചെറിയ ഒരു ബ്ലോക്ക് ഓഫ് ആഡ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം കാർപ്ലേയിലെ ബഗ് കുറേയധികം കൂട്ടുകാർക്ക് റിസോൾവ് ആയെന്ന് പറയുന്നുണ്ട്. iOS 26.4 തന്നെ മാക്സിമം ആപ്പിൾ കാർപ്ലേയുടെ എറർ കുറച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിലും എന്തെങ്കിലും ചെറിയ ബഗുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് ഒക്കെ വന്നുകൊണ്ട് നോട്ടിഫിക്കേഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമുക്ക് കാർപ്ലേയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വാൾപേപ്പർ റിമൂവിങ് ആൻഡ് ഇൻസ്റ്റാളിങ് ബഗ് ഒരെണ്ണം ഉണ്ടായിരുന്നു. ആപ്പിൾ അത് റിസോൾവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം വാൾപേപ്പർ കളക്ഷൻസ്
കാണാൻ പറ്റും. ഇതിൽ ചില ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്ക് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ കൈഡലോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ ഒരു സെറ്റ് ഓഫ് വാൾപേപ്പർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ ഇൻസ്റ്റാളിങ്ങിൻ്റെ ആ ഒരു പ്രോഗ്രസ് ബാർ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കൈഡലോസ്കോപ്പ് ജസ്റ്റ് ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തു, റിമൂവ് ഫ്രം ഗാലറി കൊടുത്തു. റിമൂവ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ തന്നെ ആ സെറ്റ് ഓഫ് വാൾ പേപ്പേഴ്സ് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഈ അപ്ഡേറ്റിൽ വന്ന ബഗ് ഫിക്സസും ബാക്കി കാര്യങ്ങളുമായിട്ട് ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. നേരെ ഈ ഫീഡ്ബാക്ക് ആപ്പ് എടുക്കാം. റീസെൻ്റ് ആക്റ്റീവ് എടുത്തിട്ട് iOS 26.5 ബീറ്റ റിപ്പോർട്ട് നോക്കാം. ഇവിടെ സ്റ്റോർ കിറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം സ്റ്റോർ കിറ്റ് ടെസ്റ്റിൽ ഒരു നോൺ ഇഷ്യൂസ് വരുന്നുണ്ട്. വാൾ പേപ്പറിൽ ഒരു റിസോൾവ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. യൂണിറ്റി ആൻഡ് കൈഡലോസ്കോപ്പിൻ്റെ ആ ഒരു ഇൻസ്റ്റലേഷനും റിമൂവും കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ആപ്പിൾ റിസോൾവ് ചെയ്തെന്നുള്ള റിപ്പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കാത്ത എന്തെങ്കിലും ബഗ്ഗോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആപ്പിലൂടെ ആപ്പിളിനെ അറിയിക്കാം. കാരണം ഓരോ അപ്ഡേറ്റിന് ശേഷം ഈ ഓരോ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് അവർ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് ചെയ്യാനും അവർക്ക് ബെറ്റർ ആക്കാനും ശ്രമിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ എനിക്ക് ഇപ്പോഴും താല്പര്യമില്ലാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ, ആപ്പിൾ മ്യൂസിക്കിൻ്റെ പ്ലേലിസ്റ്റ് പ്ലേ ഗ്രൗണ്ട് എല്ലാ യൂസേഴ്സിനും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും അത് USA ഓൺലി ആയിട്ടുള്ളൊരു പ്രൈം ഫീച്ചറായിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ഫീച്ചർ എല്ലാ യൂസേഴ്സിനും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസോ സിറിയോ വരാത്തത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് iOS 27 ഈ ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. WW24 ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി കാര്യങ്ങളും പ്രോമിസ് ചെയ്തിട്ട് ഇപ്പോഴും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു അപ്ഡേറ്റിലെങ്കിലും ഇനി വരുന്ന ബീറ്റ 2 or 3 ഈ പറഞ്ഞ ബീറ്റാസിലെങ്കിലും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചധികം ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് അപ്കമിങ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ മേ ബി നെക്സ്റ്റ് വീക്ക്, ഇപ്പോൾ March 31 ആയി, അടുത്ത വീക്ക് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ ഓഫ് ദ വീക്കാണ്. April 1 തൊട്ട് ഇനി April 6 നിങ്ങൾക്ക് ഒരു ബീറ്റ 2 കാണാനുള്ള ചാൻസ് ഉള്ളത്. ചില സമയത്ത് ആപ്പിൾ ഫസ്റ്റ് ബീറ്റ കഴിഞ്ഞ് സെക്കൻഡ് ബീറ്റിലേക്ക് ഒരു 2 weeks ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ April 13 അടുത്തൊരു ബീറ്റ 2 നമുക്ക് കാണാനുള്ള ചാൻസ്. അതിനുശേഷം മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് June 8 കാണാൻ പോകുന്ന WW26 iOS 27 മാറ്റങ്ങൾ അറിയാനാണ്. സോ ഈ ഓരോ മാറ്റങ്ങളും എല്ലാ കൂട്ടരും കാത്തിരിക്കുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. iOS 27, watchOS 27 എന്നിങ്ങനെ കുറേയധികം മാറ്റങ്ങൾ അപ്ഡേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അൺലെസ് ഒരു ബീറ്റ ടെസ്റ്റ് റണ്ണില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡറി ഫോണെങ്കിലും ആവശ്യമുണ്ട്. കാരണം പ്രൈമറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ ബഗ്ഗോ അല്ലെങ്കിൽ സ്റ്റട്ടേഴ്സ് ഇഷ്യൂസോ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ചില കാര്യങ്ങൾ, ചില ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ സ്റ്റട്ടേഴ്സും അതോടൊപ്പം ചെറിയ ലാഗും എനിക്ക് ഈ പറയുന്ന മൈക്രോ ലാഗാണെങ്കിൽ പോലും ഫീൽ ചെയ്യുന്നുണ്ട്. പെർഫോമൻസിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. തെർമൽ മാനേജ്മെൻറ്റ് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഇത്രയും നേരം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് ഡിവൈസ് ചൂടായ പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സൈഡ് ഗ്രിൽസിലാണെങ്കിലും എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ഇതെൻ്റെ സെക്കൻഡ് ഡിവൈസ് ആണ്. അതുകൊണ്ട് എൻ്റെ ബാറ്ററി കൺസേൺ അത്രമാത്രം നോക്കാറില്ല. ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 73% എൻ്റെ ബാറ്ററി ഹെൽത്ത് ഉള്ളത്. എൻ്റെ ബാറ്ററി യൂസേജ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ സെക്കൻഡ് ഡിവൈസ് ആയതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു ഡിവൈസിൽ നോക്കുക. ട്വിറ്റർ, സഫാരി, മാപ്സ് എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ റീസെൻ്റ് ആയിട്ട് നോക്കിയോണ്ടാണ് ആ ഒരു കാര്യം കുറച്ചും കൂടെ എക്സ്ക്ലമേറ്ററി ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.5 ബീറ്റ 1 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ആപ്പിൾ കോർണൻസ് അപ് ടു ഡേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇതേപോലെ കിടിലം വാൾപേപ്പേഴ്സും ബാക്കി കാര്യമാണെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാ വീഡിയോസിന് ശേഷം പുതിയ പുതിയ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് ബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.